ആനമുട്ട പൊരിച്ചു കഴിച്ചിട്ടുണ്ടോ? പണ്ട് എനിക്ക് ഒത്തിരി കിട്ടുമായിരുന്നേ. സ്കൂളിൽ കണക്കിന്റെ എക്സാം കഴിഞ്ഞ് കിട്ടുന്ന ആൻസർ പേപ്പർ ഇല്ല അതിന്റെ കൂടെ. അത് കാണിച്ചിരിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് കിട്ടിയത് നല്ല സൂപ്പർ ഫ്രഷ് മീൻമുട്ടയാണ്, ഒരു വലിയ മോതമീനിന്റെ. അഹങ്കാരം കൊണ്ട് പറയണമെന്ന് വിചാരിക്കരുത്. എൻ്റെ ഈ മീൻമുട്ട റോസ്റ്റ് ഇവിടെ നല്ല സൂപ്പർ ഹിറ്റാണ്. റെസിപ്പി സിമ്പിളുമാണ്. ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള ഇഞ്ചിയും ഗാർലിക്കും ചൂടായ വെളിച്ചെണ്ണയിലൊന്ന് മുരിച്ചെടുത്തിട്ട് അതിലേക്ക് ഈക്വൽ പാർട്സിൽ കുഞ്ഞുള്ളിയും സവാളയും കൂടി ഇട്ട് പിന്നെ നാടൻ കറിവേപ്പിലയും കൂട്ടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി പിങ്ക് കളർ ആവുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ ഇത്ര ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നടുക്ക് ഇത്തിരി സ്പേസ് ഉണ്ടാക്കി ബേസിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ആനമുട്ടേനെ അങ്ങോട്ട് പ്ലേസ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരാളെ അങ്ങോട്ട് മനസ്സിലോർത്തിട്ടുണ്ടല്ലോ, തുര അങ്ങോട്ട് വെട്ടിമറിക്കുക. ഈ മീൻ മുട്ടയുടെ സൈസ് കൂടുന്നവർ അതിന്റെ സ്കിന്നിന്റെ കുറച്ച് തിക്നെസ് കൂടും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മുറിക്കണം. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എല്ലാ ഫ്ലേവേഴ്സും അങ്ങോട്ട് മിങ്കിൾ ചെയ്യുന്ന രീതിയിൽ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ അത് തുറന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കണം. അപ്പോൾ ഒരു മണം വരും. നമ്മൾ പിടിവിടരുത്, നമ്മുടെ സമയം വരണേ ഉള്ളൂ. അങ്ങനെ ഒരു ബൗളെടുത്തിട്ട് കുറച്ച് മീൻമുട്ട റോസ്റ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇനിയാണ് നമ്മുടെ സമയം. ഇത്തിരി ചോറ ഉരുളിയിലേക്ക് ഇട്ട് കൈ കൊണ്ട് കുഴച്ച് ഒണ്ടയിൽ കുറച്ച് കടിമാങ്ങ അച്ചാറും ചേർത്തിട്ട് ഉരുളയായിട്ട് അങ്ങോട്ട് കഴിക്കാം. ഓ, സ്വർഗം കാണും. പണ്ട് അമ്മച്ചി തറവാട്ടില് തലേന്നത്തെ മീൻകറിയുടെ ചട്ടിയിൽ ചോറിട്ട് കുഴച്ചിട്ട് ഞങ്ങൾ പിള്ളേർക്കൊക്കെ ഇതുപോലെ ഉരുളയാക്കി തരുമായിരുന്നു. അപ്പൊ കഴിക്കാത്തവരെല്ലാം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ.